പ്രിയപ്പെട്ടവരെ, TP കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ നൽകിയത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ KK രമ MLA. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം. മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം മറയാക്കിയാണ് കൊടിസുനിക്ക് പരോൾ നൽകിയത്. പരോൾ ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കുന്നതിന് പിന്നാലെ ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി KK രമ കോടതിയെ സമീപിക്കും. റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, പോലീസിന്റെ റിപ്പോർട്ട് എതിരായിരുന്നിട്ടും ജയിൽ മേധാവി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചത് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ യഥാർത്ഥത്തിൽ പരോൾ നൽകാൻ നിർദ്ദേശിച്ചിട്ടില്ല. എന്തെങ്കിലും മനുഷ്യാവകാശ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കമ്മീഷൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ മറപിടിച്ചാണ് ജയിൽ വകുപ്പ് കൊടിസുനിക്ക് പരോൾ നൽകിയത് എന്നാണ് KK രമയുടെയും ആക്ഷേപമായി മനസ്സിലാക്കുന്നത്. നിയമ നടപടികളിലേക്ക് കടക്കുകയാണോ KK രമ? ഗുഡ് മോർണിംഗ് റോഷിപാൽ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യപ്രതിയായ കൊടിസുനിക്ക് ജയിൽ മേധാവി നൽകിയ ഈ പരോൾ 30 ദിവസത്തെ പരോളാണ്. ശനിയാഴ്ച കൊടിസുനി ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയും ചെയ്തു. ഇത് നിയമപരമായി ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് KK രമയുടെയും RMBയുടെയും തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ തന്നെ നിയമവിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഏതായാലും ഹൈക്കോടതിയെ സമീപിക്കും. ഈ പരോൾ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകും. അതിനു മുമ്പ് ഈ പരോളുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകൾ അടക്കം ശേഖരിക്കും. അതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം RMBയുടെയും KK രമയുടെയും ഭാഗത്തുനിന്നുണ്ടാവുക. നേരത്തെ തന്നെ ജയിലിനകത്ത് പലതവണ ജയിൽ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചിട്ടുണ്ട്. ജയിലിനകത്ത് ഇരുന്നു തന്നെ പല ഗൂഢാലോചനകളും കൊടിസുനി നടത്തിയതായി അന്വേഷണത്തിൽ തെളിഞ്ഞാണ്. അതിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് നിർദ്ദേശങ്ങൾ നൽകിയതും അതിന്റെ ഗൂഢാലോചനയടക്കം കൊടിസുനി പങ്കാളിയാണ്. അങ്ങനെ ജയിലിനകത്ത് പോലും കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായ കൊടിസുനിക്ക് പരോൾ നൽകിയത് ചട്ടലംഘനമാണെന്ന ആരോപണം പ്രതിപക്ഷവും ഉന്നയിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷം ഇത് സംബന്ധിച്ച് KK രമ നടത്തുന്ന എല്ലാ നിയമ പോരാട്ടങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സർക്കാരിനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഏതായാലും തീരുമാനം. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കൊടിസുനിക്ക് പരോൾ നൽകിയെന്ന ആരോപണം ഇന്നലെ തന്നെ KK രമയും പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ കൊടിസുനി നേരത്തെ പരോളിന് ഇറങ്ങുന്ന സമയത്ത് ചെയ്തു വെച്ച് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? കൊടിസുനി പോയി സ്വർണം പൊട്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിലങ്ങ് ചാടി. അങ്ങനെ പരോൾ സമയത്തും അല്ലാതെയും ഒക്കെ കൊടിസുനി നിരന്തരം പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ പോലീസ് റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ നിർഭാഗ്യവശാൽ ആ പോലീസ് റിപ്പോർട്ട് പരിഗണിക്കാതെ ജയിൽ വകുപ്പ് മേധാവി മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ഡയറക്ഷനെ മറയാക്കിക്കൊണ്ട് കൊടിസുനിക്ക് പരോൾ കൊടുത്തു എന്നതാണ് ഇപ്പോൾ ഒരു ആക്ഷേപം. എന്നാൽ 5 വർഷമൊക്കെ തുടർച്ചയായിട്ട് ജയിലിൽ ഒരു ശിക്ഷ അനുഭവിച്ച് കഴിയുമ്പോൾ 30 ദിവസം പരോൾ അനുവദിക്കണമെന്നുള്ളത് ജയിൽ ചട്ടത്തിൽ പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ജയിലിൽ കഴിയുന്ന സമയത്ത് കുറ്റവാളികളായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പരോൾ നൽകുന്നതിൽ നിന്നൊരു ഇളവ് നൽകാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജയിലിൻ്റെ ചട്ടമനുസരിച്ച് 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസം പരോളായിട്ട് കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് കൊടിസുനിക്കും ബാധകമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ചട്ടപ്രകാരം കേസിന് പോയാൽ നിലനിൽക്കുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ അത് KK രമയുടെ ഒരു സംശയം വാലിഡാണ്. പോലീസ് റിപ്പോർട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ ജയിൽ വകുപ്പ് അത്ര ധൃതിപ്പെട്ട് അങ്ങനെ തീരുമാനം എടുക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. ഈ ചങ്ങാതിമാർക്കൊക്കെ കിട്ടുന്ന പിന്തുണയും സഹായവും ഒക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തതല്ലേ.